ലൗഡ് സ്പീക്കർ. സൂപ്പർ 94.7 FM ലൗഡ് സ്പീക്കറിൽ ഞാൻ ഹാഷ്. ഇതിന് എനർജി പകരുന്നത് പ്രാൻഡ് ഫ്രൂട്ടോ മാംഗോ ജ്യൂസ്. ഇന്ന് ലൗഡ് സ്പീക്കറിലെ ഹാഷിന് കുറച്ച് എനർജി കൂടും കേട്ടോ. കാരണം എന്നെക്കാൾ എനർജി ഉള്ള ഒരാളാണ് ഇന്ന് ഈ ലൗഡ് സ്പീക്കറിൽ എൻ്റെ മൈക്കിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം ഇന്ന് ലൗഡ് സ്പീക്കറിൽ വരും എന്നൊക്കെ. ഇദ്ദേഹം ഉച്ചത്തിൽ സംസാരിക്കും, ഉച്ചത്തിൽ തമാശകൾ പറയും, കുറുക്ക് കൊള്ളുന്ന മറുപടി നൽകും. ഇദ്ദേഹമാണ് പ്രിയ ശ്രോതാക്കളെ, ഞാൻ ശ്രീകണ്ഠൻ നായർ. ശബ്ദം കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കുട്ടിയായ ശ്രീകണ്ഠൻ നായർ എങ്ങനെയായിരുന്നു? കുട്ടിക്കാലം ഞാൻ കൂടുതൽ കാലം എൻ്റെ അച്ഛനൊരു റേഷൻ കട ഉണ്ടായിരുന്നു നാട്ടിൽ. ഞാൻ ശരിക്കും ജനിച്ചത് കൊട്ടാരക്കര താലൂക്കിൽ മേലില എന്നൊരു ഗ്രാമത്തിലായിരുന്നു. വളരെ ചെറിയ പ്രായത്തിലേ തന്നെ ഞാൻ അച്ഛൻ്റെ വിരലിൽ തൂങ്ങി ഇങ്ങനെ റേഷൻ കടയിൽ പോയിരുന്നു. വേറെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഈ ഗോതമ്പിയാക്കിൻ്റെ മുകളിലിരുന്നാണ് ഞാൻ ലോകം കണ്ടതെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് എനിക്ക് ഗോതമ്പിയാക്കും അരിച്ചാക്കും ഒക്കെ കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ മോൻ ബിടെക്കിന് പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ അച്ഛൻ ഗോതമ്പിയാക്കിൻ്റെ പുറത്തിരുന്നാണ് ലോകം കണ്ടതെന്ന് പറഞ്ഞു. ഈ ഗോതമ്പിയാക്കിൻ്റെ കാര്യം 3-ാം തവണ എന്നോട് പറയുന്നത്, ദയവ് ചെയ്ത് ആവർത്തിച്ച് ബോറടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കാലം മുമ്പ് സാർ ഒരു മാഗസിനിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു ജലപിശാചിനെ കുറിച്ച്. സാർ കുളിക്കാൻ പോകുന്ന സമയത്ത് എന്തൊക്കെയോ അതെന്തായിരുന്നു? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ചേച്ചിയുടെ കൂടെ ഞാനിങ്ങനെ പുഴയിൽ കുളിക്കാൻ പോകും. അപ്പോൾ ഞാനന്ന് കുറച്ചുകൂടെ ചുമന്നൊക്കെ ഇരിക്കുകയായിരുന്നു, കുറച്ചുകൂടെ വെളുത്ത് ചുമന്നൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ വട്ടളക്കുക എന്നുള്ളത് ഈ ചേച്ചിയുടെ ഒരു കൂട്ടുകാരുടെ ഒരു വിനോദമായിരുന്നു. അപ്പോൾ എവള് മുങ്ങി വന്ന് എന്നെ ആവശ്യമില്ലാതെ പല സ്ഥലത്തും കയറി പിടിക്കുക ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ എവള് ഉണ്ടെങ്കിൽ ഞാൻ പോകില്ല, കുളിക്കാൻ പോകില്ല. പക്ഷേ ചേച്ചിയോട് പറയും, ഇവൻ കുളിച്ചിട്ട് എത്ര ദിവസമായെന്നറിയാമോ, ഇവനെയും കൂടെ വിളിച്ചുണ്ടോ? അപ്പോൾ ചേച്ചി നിർബന്ധിച്ച് വിളിച്ചുണ്ടോ. എവിടെ പരിപാടി എന്ന് വെച്ചാൽ വെള്ളത്തിലിട്ട് എന്നെ ഒരു പരിവാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനന്ന് അവൾക്കൊരു പേര് കൂട്ടുകാരുടെ പറഞ്ഞിരുന്നത് ജലപിശാചെന്നായിരുന്നു. ഈ പുഴ കാണുമ്പോൾ പിശാചിന് ഓർമ്മ വരും. പക്ഷേ അന്നത്തെ കുരുത്തക്കേടുകൾ എന്തൊക്കെയായിരുന്നു? ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ വെട്ടിച്ച് അല്ലെങ്കിൽ ആളുകളെ കാണാതെ സിഗരറ്റ് വലിക്കുന്നതായിരുന്നു എൻ്റെ ഒരു ഇത്. ഞാൻ ഒരിക്കലിങ്ങനെ സിഗരറ്റ് വലിച്ചുകൊണ്ട് ഇങ്ങനെ രാത്രിയിൽ ഒരു ഇടവഴിയിലൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് കുറേ ഒരാൾ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനത്ര ശ്രദ്ധിച്ചില്ല. തൊട്ടടുത്ത് വന്നപ്പോഴാണ് അത് അച്ഛനാണെന്ന് മനസ്സിലായത്. ഞാൻ ഈ സിഗരറ്റ് എടുത്ത് നിക്കറിൻ്റെ പോക്കറ്റിലിട്ടു. അപ്പോൾ ഈ അരനിക്കർ അന്നത്തേക്കുള്ള കാലത്തുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ സിഗരറ്റ് അവിടെ കിടന്ന് കത്താൻ തുടങ്ങി. അപ്പോൾ അച്ഛൻ അങ്ങ് കടന്നുപോയി. അപ്പം ഞാൻ വിചാരിച്ച്, പാവ അച്ഛൻ മണ്ടനാ, ഒന്നും മനസ്സിലായില്ലല്ലോ, നമ്മുടെയൊക്കെ ഒരു റേഞ്ച് പുള്ളിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് തോന്നി. പിറ്റേന്ന് രാവിലെ ഈ ചെമ്പരത്തി കമ്പ് ഒടിയുന്ന ശബ്ദം കേട്ടാൽ ഞാൻ ഉണർന്നത്. ജനലിൽ കൂടെ നോക്കി അച്ഛൻ കമ്പൊക്കെ ഒടിച്ച് ഭദ്രമാക്കി വെക്കുന്നു. ഒരു 40-42 അടി അതിനെന്നെ അടിച്ചു. അപ്പോൾ ഇത്രയും അടി കൊണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വാശിയായി. ഞാൻ അന്ന് ഈ പനാമ സിഗരറ്റ് നാട്ടിൽ കിട്ടുന്ന കാലം, അത് 20 പനാമ സിഗരറ്റ് ഉണ്ടാവും ഒരു കവറിൽ. അത് 2 പാക്കറ്റ് വാങ്ങിച്ചൊരു 4 തീപ്പെട്ടിയോട് വാങ്ങിച്ച് ഞാനൊരു വലിയൊരു കുന്നിൻ്റെ മണ്ടയിൽ കയറുന്ന കുറേ അങ്ങ് വലിച്ചു. ചുമച്ച് കുറച്ചൊരു പരുവായി പോയി. അന്ന് ഞാൻ സിഗരറ്റ് വലി നിർത്തിയതാണ്. 8ൽ പഠിക്കുമ്പോഴായത്. പിന്നെ സിഗരറ്റ് വലിച്ചിട്ടില്ല. ജീവിതത്തിൽ കാണിച്ച ഏറ്റവും വലിയ കുരുത്തക്കേട് എന്തായിരുന്നു? ഞാൻ നാട്ടിലെ ഒരു പോസ്റ്റ് ഓഫീസിൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററായിട്ട് നിന്നിട്ടുണ്ട്. ഒരു സ്ത്രീ കൊണ്ടുവന്ന് ഒരു 2 കത്ത് പോസ്റ്റ് ചെയ്തു. ഒരു കത്ത് അവരുടെ കാമുകനും ഒരു കത്ത് ഭർത്താവിനുമായിരുന്നു. എനിക്കൊരു കുട്ടി തമാശ തോന്നി. ഞാൻ ആ കത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്രസ്സ് വെട്ടിയയച്ചു. സംഭവം അങ്ങ് പോയി. ഒരു 3-4 ദിവസം കഴിഞ്ഞ് അവർ ഇടവഴി കൂടി നടന്നു വീഴുമ്പോൾ ആ വീട്ടിൽ പൂര അടി നടക്കുന്നു, ഭയങ്കര വഴക്കും അടിയും. അപ്പോഴും ശ്രദ്ധിച്ചപ്പോഴെന്തറിയോ, ഈ ഡൽഹിയിലും കണ്ട് ജോലിയുള്ള ഭർത്താവ് ഇഞ്ഞ് വന്നു. കാര്യം കാമുകൻ്റെ കത്ത് ഭർത്താവിനും ഭർത്താവിൻ്റെ കത്ത് കാമുകനാണ് കിട്ടിയത്. ഈശ്വര. പിന്നെ സാറിന് അന്നത്തെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്തായിരുന്നു? എൻ്റെ അന്നത്തെ ഏറ്റവും വലിയ വീക്ക്നെസ് വിജയശ്രീ ആയിരുന്നു. സിനിമാ നടി വിജയശ്രീ? സിനിമാ നടി വിജയശ്രീ. അപ്പോൾ ഈ വിജയശ്രീ എന്ന ഈ മെരിലാൻഡ് അവർ പി സുബ്രഹ്മണ്യം സിനിമയൊക്കെ നിർമ്മിക്കുന്ന കാലമാണ്. അപ്പോൾ അന്ന് ഉറുകുന്ന്, തെമ്മല, ആന വളർത്തി വാനമ്പായുടെ മകൻ, അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ സിനിമയുണ്ട്. കാട്, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ പുള്ളി നിർമ്മിക്കുന്ന ഇടമൺ, ഉറുകുന്ന്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിലുള്ള ചില സ്ഥലങ്ങളിലായിരുന്നു. അപ്പോൾ കടയിൽ നിന്ന് പൈസ മോഷ്ടിച്ച് ഷൂട്ടിങ്ങൊക്കെ നമ്മൾ കാണാൻ പോയിട്ട്. അപ്പോൾ അന്ന് എന്നെ ഏറ്റവും അലോസരപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സുബ്രഹ്മണ്യം അന്ന് നല്ല പ്രായമുള്ള ആളാണ്. അങ്ങേക്കൊരു 60-70 കാണുമെന്ന്. ഈ ചെറുപ്പക്കാരിയായ വിജയശ്രീയുടെ തോളെ കയറ്റി ഇങ്ങനെ നടക്കും, മുണ്ടുമൊക്കെ മടക്കി കുത്തി. പിന്നെ സാറിൻ്റെ ജീവിതത്തിൽ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്തായിരുന്നു ആ അനിഷ്ട സംഭവം? എൻ്റെ ശരീരത്തിൽ 2.5 ഇഞ്ച് കടാര കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ നാട്ടിൽ കിടന്ന ഒരു അടിവഴക്കിലാണ്. കുറച്ച് രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നാലും 48 മണിക്കൂർ എനിക്ക് ബോധമില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഈ ബോധം തെളിഞ്ഞു വരുമ്പോൾ കാണുന്നത്, അപ്പോൾ ഒരു ചെറിയ പയ്യൻ നിക്കറൊക്കെ ഇട്ടുകൊണ്ടുവന്ന ഒരു പയ്യനെ കുത്തിക്കൊണ്ടിട്ടിരിക്കുക എന്നാണ് ഹോസ്പിറ്റലുകാർ പറയുന്നത്. അപ്പുറത്തും ഇപ്പുറത്തു നിന്ന് ആൾക്കാർ കാണിക്കുന്ന ആംഗ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവൻ രക്ഷപ്പെടാൻ പോകത്തില്ലെന്നാണ്. അപ്പം ഞാൻ ചത്തുപോകുന്നു. അന്ന് ഞാൻ ചത്തു പോകേണ്ടതായിരുന്നു, ചത്തില്ല. നാട്ടിലൊരു ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രമായി പെട്ടെന്ന് കുത്തുകൊണ്ട പയ്യൻ എന്നാണ് പറഞ്ഞത്. എൻ്റെ ഗ്ലാമർ അതായിരുന്നു. ഇപ്പം ഇന്ന സിനിമ അഭിനയിച്ച മോഹൻലാൽ എന്ന് പറയുന്ന പോലെ കുത്തുകൊണ്ട പയ്യൻ. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ഒരു ചെവിയൊന്നും കേൾക്കാൻ വയ്യാത്തൊരു ഭ്രാന്ത് പിടിച്ച ഒരാളുണ്ടായിരുന്നു. അയാൾ ഒരു വീട്ടിലെ 4 പേരെ കുത്തി. ആ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ വാർഡിൽ നിന്നുള്ളതാണ്. അപ്പോൾ ആ ചേട്ടൻ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ ഈ കാര്യമൊക്കെ പറഞ്ഞ് നിൽക്കുക. വേണ്ടു ചേട്ടാ നീ ഉണ്ടായിരുന്നു സ്ഥലത്ത്? ഞാനുണ്ടായിരുന്നു.
ഇവൻ ഇത്രയും പേരെ കുത്തുന്നു നീ കണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു കണ്ടു. നീ എന്തൊന്ന് പിടിച്ചു മാറ്റാഞ്ഞ് എന്ന് ചോദിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ എങ്ങനെ അവനെ പിടിക്കുന്നത്? അവൻ കത്തിയായിട്ട് ഭ്രാന്തെടുത്ത് നിൽക്കല്ലേ, നിനക്കൊന്നുമില്ല, രക്തം കണ്ട് പരിചയമില്ലടാ എന്ന് ചോദിച്ചെങ്ങനെ. ഞാൻ ചേട്ടാ ഇന്ന് അടുത്ത് വന്ന് ഉള്ള മാനം പോകണ്ടെന്ന് വിചാരിച്ചാൽ ചേട്ടാ ഒരിക്കൽ കത്തി കയറിയിട്ടുണ്ട്, കത്തി കണ്ടാൽ ഓടും, പുറത്ത് പറയല്ലേ മാനം കെടുത്തല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാരുടെ ധാരണ എന്താണെന്നറിയോ, ഒരിക്കൽ നമുക്ക് കത്തി ശരീരത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ പരിചയം വെച്ച് പിന്നെ നമ്മൾ കത്തിയെ പിടിക്കാമെന്ന്. എൻ്റെ അനുഭവം നേരെ തിരിച്ചാൽ. പിന്നെ ഞാൻ വീട്ടിൽ ഭാര്യ എന്തെങ്കിലും അരിയുന്ന കാണുമ്പോൾ തന്നെ ഞാൻ ആദ്യം മറ്റവൻ എന്നെ കുത്തിയാണ് ഓർക്കുന്നത്. അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ലൈഫിലുണ്ട്. അപ്പോൾ ശ്രീകണ്ഠൻ നായർക്ക് കത്തി കണ്ടു കഴിഞ്ഞാൽ പേടിയാണെന്ന് പറഞ്ഞു. പക്ഷേ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ളത് എന്തിനെയാണ്? ഏറ്റവും പേടിയുള്ളത് ഭാര്യയാണ്. അത് കഴിഞ്ഞിട്ടുള്ളത് പേടി എനിക്ക് പാമ്പിനെയാണ്. ഞാൻ ഈ പാമ്പുകളെ കുറിച്ച് ഷോ ചെയ്തിട്ടുണ്ട്. പാർത്ഥസാരഥി ഈ പാമ്പ് കോയമ്പത്തൂരിലെ പാർത്ഥസാരഥിയൊക്കെ പങ്കെടുത്ത 52 പാമ്പുകളെ വെച്ചിട്ടുള്ളൊരു പ്രോഗ്രാം ഞാൻ ചെയ്തു. ഭയങ്കര പേടിയായി. അയാളെ യഥാർത്ഥത്തിൽ ഈ രാജകുമാരി എടുത്ത് എൻ്റെ കൈ തരാമെന്നൊക്കെ പറഞ്ഞു. പാമ്പെന്ന് പറഞ്ഞ് എഴുതി കാണിച്ചാൽ ഞാൻ പേടിക്കും. അങ്ങനെ പാർത്ഥസാരഥി ഞാനോട് ഈ ഷോ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഫ്ലാറ്റിൻ്റെ അടുത്ത് വന്നപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു കോഫി കഴിച്ചിട്ട് പിരിഞ്ഞാലോ എന്ന് ചോദിച്ചു. പാർത്ഥസാരഥി ഞാൻ അമ്മ അങ്ങനെ തന്നെ ആവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് പുള്ളി 2 ചെറിയ സഞ്ചി കയ്യിലെടുത്തു. അപ്പോൾ എന്നോട് എത്ര കുളം തിരക്കെ? ഞാൻ 2 പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്ത് എന്ത് ഇത് സഞ്ചിയിൽ 2 ചെറിയ പാമ്പാന്ന് പറഞ്ഞു. പിള്ളേർ കളിക്കാൻ വേണ്ടി ചെറിയ മൂർഖനെയാന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് കാപ്പിയില്ല ചായയില്ല, വണ്ടി കയറി സ്ഥലം വിടാൻ പറഞ്ഞു. കാര്യം പുള്ളി വിചാരിക്കുന്നേ പിള്ളേർക്ക് കളിക്കാൻ കൊടുത്തേച്ച് പോവാം. പിള്ളേർ കളിക്കാൻ എന്തെങ്കിലും സാധനം വേണമല്ലോ വീട്ടിൽ. കാര്യം പുള്ളിക്ക് വേറെ ടോയ്സ് ഒന്നും വാങ്ങി പരിചയമില്ലല്ലോ. ഇതല്ലേ പുള്ളിയുടെ പരിപാടി. അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു. സാറിൻ്റെ ഷോ ഉണ്ടല്ലോ, ഇത് വൈഫ് ആസ്വദിക്കാറുണ്ടോ? പലപ്പോഴും പുള്ളി ഇങ്ങനെ ചിലപ്പോൾ ചില ഷോയൊക്കെ കണ്ടിട്ടേ, അതായത് നമ്മളെ കോമഡികൾ ഒരിക്കലും ഭാര്യ എൻജോയ് ചെയ്യത്തില്ലല്ലോ, അത് സഹിക്കത്തില്ല. എന്ത് വളിപ്പാണ് നിങ്ങളീ പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് പക്ഷേ നാട്ടുകാർ ഫോൺ ചെയ്ത് പറയും സൂപ്പറായിരുന്നു എന്ന് ഇവളോട് തന്നെ പറയും. അപ്പോൾ ഇവർക്ക് ആ കൺഫ്യൂഷൻ ആവും, കളിയാക്കണോ ഇവർ നീ. അപ്പോൾ ഞാൻ പറഞ്ഞെടി നീ ഭർത്താവിനെയായിട്ട് കാണുന്നതുകൊണ്ടാണ് പ്രശ്നം. പിന്നെ എൻ്റെ അടുത്ത് പറയും ചില ഷോയിലൊക്കെ ഇപ്പോൾ ഈ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കാണാൻ കൊള്ളാവുന്നവരെ നാട്ടുകാർ കൂടുതൽ കാണാൻ വേണ്ടി ഈ കാണാൻ കൊള്ളാവുന്നവരുടെ മുമ്പിൽ നമ്മൾ ഒത്തിരി ചോദ്യം ചോദിക്കും. അപ്പം ഭാര്യ പറയും അവിടെ കാണാൻ കൊള്ളാവുന്നവർ മാത്രം നിന്ന് ചുറ്റി കറങ്ങുമായിരുന്നു. കാരണം ഭാര്യ കാണുന്നതെന്ന് പറയും ഭർത്താവ് സദാചാരപ്രിയൻ അങ്ങനെയൊക്കെ ആകണമെന്നാണ്. പക്ഷേ ഭാര്യ ഈ പ്രോഗ്രാം അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം മാത്രമല്ല ഈ ആളുകളൊക്കെ ഇത് കാണുന്നുണ്ടെന്ന് അറിയുന്നു ഒക്കെ പുള്ളിക്കൊരു സന്തോഷമാണ്. സാറിന് ഒരു പ്രാവശ്യം ശ്വേതാമേനൻ ഒരു പ്രോഗ്രാമിനിടയ്ക്ക് കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നല്ല, അതെങ്ങനെയാണെന്ന് സംഭവിച്ചത്? ശ്വേതാമേനനും ഞാനും രേവതി എല്ലാം കൂടി ഇരുന്നൊരു മഴവിൽ മനോരമയിലെ ഒരു ചർച്ചയിൽ രേവതി ചോദിച്ചു ശ്വേത ഇങ്ങനെ എല്ലാവരെയും കെട്ടിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ ചിലരെയൊക്കെ ഹഗ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങളോടൊന്നും അത് ആ കാരുണ്യം ഇതുവരെ കാണിച്ചിട്ടില്ല, ഞാനൊക്കെ പലപ്പോഴും അവിടെ വന്ന് നിന്നിട്ടുണ്ട്, എങ്കിൽ ഇപ്പം ആയിക്കോട്ടെന്ന് പറഞ്ഞ് ശ്വേത ചാടി എണ്ണീറ്റിട്ട് അപ്രതീക്ഷിതമായിട്ട് കയറി കെട്ടിപ്പിടിച്ചു. അങ്ങനെ ഒരു അക്രമം ഞാൻ അവരിൽ നിന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പോൾ ഇത് സംരക്ഷണം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. മാത്രമല്ല ഇങ്ങനെ കെട്ടിപ്പിടി അപൂർവ സംഭവമല്ലേ. അപ്പോൾ അങ്ങനെ ആ കെട്ടിപ്പിടി എയറിൽ പോയി. വീട്ടിൽ ഇരുന്ന് എല്ലാവരും കൂടെ കാണുമായിരുന്നു. ഞാൻ വേറെ മുറിയിൽ നിന്ന് വീക്കിലി വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കറിയാം ഈ കെട്ടിപ്പിടി രംഗം വരുമ്പം ഭാര്യ അതെങ്ങനെ റിയാക്ട് ചെയ്യുന്നല്ല. ഭാര്യ പറഞ്ഞു വളരെ മോശമായിപ്പോയി, നിങ്ങളിങ്ങനെയൊക്കെ തരം താഴാൻ പാടില്ല കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി പറയുന്ന കേട്ടതൊന്നും ശ്വേതാമേനോൻ ഈ കെട്ടിപ്പിടിത്തോ കച്ചവടമായിട്ട് ഇറങ്ങിയിരിക്കുകയെന്ന്. ഫുൾ ടൈം രാവിലെ മുതൽ വൈകുന്നേരം എണീറ്റ് കെട്ടിപ്പിടിക്കുക അതല്ലല്ലോ. അവർ ഹഗ്ഗി ഒരു കേണലിൻ്റെ മോളായിരുന്നു. അവർ നമ്മളോടൊക്കെയുള്ള വേറെ ബന്ധം കൊണ്ട് ഇങ്ങനെ ഒരു ഹഗ്ഗിങ് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് പുള്ളി കൺവിൻസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് പാടുപെട്ടു. അപ്പോൾ സാറിൻ്റെ വൈഫിന് പല കാര്യങ്ങളും സാറിന് സംശയമായിരിക്കും. ഇപ്പോഴും ഒരു സംശയം ബാക്കി കിടപ്പുണ്ട്, അതെനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെന്ത് സംശയമാണ്? അതായത് ഒരിക്കൽ ഞങ്ങൾ കൊല്ലത്ത് കോടതിയിൽ ഞാനൊരു കേസിൽ വാദിയായിരുന്നു. അതായത് കൊല്ലത്ത് ഞാനൊരു സംസ്ഥാന സ്കൂൾ യുവജനോത്സവം ജഡ്ജ് ചെയ്യാൻ പോയപ്പോഴേ അത് ഒരു നാടക മത്സരം ജഡ്ജായിരുന്നു. പ്രൈസ് കിട്ടാതെ പോയി ഒരുത്തിന് ഇരുട്ടത്ത് വെച്ച് താക്കോൽ കൂട്ടം വെച്ച് എൻ്റെ കണ്ണിൽ ഇടിച്ചു, എന്നെ കൊലപ്പെടുത്താൻ ശ്രമം നടന്നു. അപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് ആ കണ്ണ് കടഞ്ഞു, ഈ റിഫ്ലക്സ് ആക്ഷൻ കൊണ്ട്, അല്ലെ കണ്ണ് പോയതിനെ മിക്കവാറും ഇരുട്ടത്തായിരുന്നു, ഞാൻ കണ്ടില്ല ഈ ഇടി വരുന്നത്. അപ്പോൾ അന്ന് ഇതിൻ്റെ കേസ് കോടതി വന്നപ്പോഴേ പുതിയൊരു മജിസ്ട്രേറ്റാവും ഒരു പെങ്കൊച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പെങ്കൊച്ച് ഞാൻ അങ്ങോട്ട് കൂട്ടിനകത്തോട്ട് കയറുന്നു, ഒറ്റ ചിരി, മജിസ്ട്രേറ്റ് ഒരൊറ്റ ചിരി. ഞാൻ ഞെട്ടിപ്പോയി, കോടതിയിലുള്ളവർ ഞെട്ടിപ്പോയി. അപ്പോൾ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഭാര്യ പറഞ്ഞു നിങ്ങളൊരു മഹാവളിപ്പനാന്നുള്ളത് അവർക്ക് ഉറപ്പായത് കൊണ്ടാണ് അവരിങ്ങനെ ചിരിച്ചത്, അല്ലെങ്കിൽ അവരെന്തിനാ ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈയിടെ കോടതിയാണ്ട് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ മജിസ്ട്രേറ്റ് എന്തിനാണ് ചിരിച്ചത്. ഞാൻ പ്രോസിക്യൂട്ടറോട് ഇറങ്ങിയപ്പോൾ ചോദിച്ചു എന്തിനാണ് അവർ ചിരിച്ചതെന്ന് ചോദിച്ചു. എനിക്ക് മനസ്സിലായില്ല. മജിസ്ട്രേറ്റ് ഇങ്ങനെ ചിരിക്കാനും പാടില്ല എന്നങ്ങനെ പറഞ്ഞു. കാരണം അത് നമ്മളെ അങ്ങ് ഡൗൺ ആക്കുമല്ലോ എന്ന് മാത്രമല്ല അവരെൻ്റെ മുഖത്ത് നോക്കുന്നില്ല, അവർക്കങ്ങ് ചിരി പൊട്ടുക. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഇനി എവിടെയെങ്കിലും മജിസ്ട്രേറ്റന്മാരെ കുറിച്ച് തമാശ പറഞ്ഞു, അവൻ പറയത്തില്ലല്ലോ, കോടതി അലക്ഷ്യമല്ലേ. അപ്പോൾ ഇത് എന്തോ ഒരു വിറ്റ് അവർ ഓർത്ത് വയ്ക്കുന്നുണ്ട്. പക്ഷേ അത് എനിക്ക് വലിയ പാരയായി. ഞാൻ പിന്നെ ഇവരുടെ മുഖത്ത് നോക്കാതെ വക്കീലിനെ നോക്കിയാൽ മറുപടിയൊക്കെ പറഞ്ഞത്, അതങ്ങനെ സംഭവം ഉണ്ടായി.